വെൽക്കം ടു ലേൺ വിത്ത് കേരള മൂക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ഡു ദ വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് വീക്ക് 1 പാർട്ട് 2-ൽ ഒരു വർക്ക്ഷോപ്പ് അസൈൻമെൻറ്റ് ആണ് ഉള്ളത്. ഈ വർക്ക്ഷോപ്പ് അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പ് അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് 2 ഫേസുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആദ്യത്തെ ഫേസിൽ നമ്മൾ സബ്മിഷൻ ആണ് നടത്തുന്നത്. സെക്കൻഡ് ഫേസിൽ നമ്മൾ അസസ്മെൻ്റ് ആണ് നടത്തുന്നത്. എങ്ങനെയാണ് ഈ 2 കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ കേരള മൂക്സിൻ്റെ കോഴ്സ് പേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളെ കോഴ്സ് പേജിൽ ഏറ്റവും താഴെ വീക്ക് 1 പാർട്ട് 2-ൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് അസസ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് മൈ മൂഡിൽ സൈറ്റ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിനെ നമ്മളൊരു ഇവാലുവേഷന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചോദ്യം പറഞ്ഞിരിക്കുന്ന ഇതാണ്, യു ഹാവ് ടു സബ്മിറ്റ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ടു അസ്. ഒന്ന്, നിങ്ങളുടെ സൈറ്റിന് ഒരു നെയിം വേണം. നിങ്ങളുടെ സൈറ്റിൻ്റെ നെയിം നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ്, കോപ്പി ദ വെബ്സൈറ്റ് അഡ്രസ് ഫ്രം ദ അഡ്രസ് ബാർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡ് ഹിയർ. പിന്നെ മറ്റൊന്നുള്ളത്, ഒരു യൂസറും ഒരു പാസ്വേഡും നിങ്ങൾ സ്റ്റുഡൻറ്റിന് വേണ്ടി നിങ്ങൾ ആ കോഴ്സിൽ, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കോഴ്സിൽ ഒരു സ്റ്റുഡൻറ്റിനെയും ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്ത് അവനെ ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യിക്കുക. ആ സ്റ്റുഡൻറ്റിന് വേണ്ടി അതിൻ്റെ യൂസർ IDയും പാസ്വേഡും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഫേസ്, അതാണ് സബ്മിഷൻ ഫേസ് എന്ന് പറഞ്ഞത്. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ. രണ്ടാമത്തെ ഫേസിൽ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു 4 പേരുടെയോ മറ്റോ അസൈൻമെൻറ്റുകൾ, ഇതേപോലത്തെ അസൈൻമെൻറ്റുകൾ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ അതത് വെബ്സൈറ്റുകളുടെ അഡ്രസ്സ് വെച്ച് നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുക. ആ യൂസർ IDയും പാസ്വേഡും വെച്ച് വിസിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ നിങ്ങൾ നടത്തുന്നു. ഇതാണ് ഈ 2 ആക്ടിവിറ്റിയിലും 2നും പ്രൊപ്പോർഷനേറ്റായിട്ട് നമ്മൾ മാർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നിങ്ങളെ ഇവാലുവേഷനെ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങൾ വരുന്നത്. 2 ഫേസും ഞാൻ കാണിക്കാം. ആദ്യമായിട്ട് നമ്മൾ സബ്മിഷൻ ഫേസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് സബ്മിഷൻ എന്നാണ് ചെയ്യേണ്ടത്. 27th ഏപ്രിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷന് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ യുവർ സബ്മിഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടൈറ്റിൽ നിങ്ങളുടെ സൈറ്റിൻ്റെ പേര് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ പേര് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അത്, നിങ്ങളുടെ വെബ്സൈറ്റിന് എന്തെങ്കിലും ഒരു നെയിം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ കണ്ടന്റ് എന്നുള്ളിടത്ത് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യാം. മൂഡിൽ സൈറ്റ് നെയിം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. മൂഡിൽ സൈറ്റ് നെയിം ഏതാന്ന് പറയാം. യൂസർ IDയും പാസ്വേഡും നിങ്ങളിവിടെ രണ്ടാമത്തെ ലൈനിൽ യൂസർ IDയും പാസ്വേഡും നിങ്ങളവിടെ പ്രൊവൈഡ് ചെയ്യാം. ഒരു യൂസർ നെയിം ഒരു പാസ്വേഡുമാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സേവ് ചേഞ്ചസ് ചെയ്ത് നിങ്ങൾ സബ്മിഷൻ നടത്തി കഴിഞ്ഞു. അതാണ് സബ്മിഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈറ്റ്. അടുത്തതായിട്ട് എങ്ങനെയാണ് എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നോക്കാം. ഞാൻ എൻ്റെ സ്വന്തം വെബ്സൈറ്റ് അഡ്രസ് teachelectronics.moodlecloud.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് ഞാൻ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തു. അതിനുശേഷം എൻ്റെ കോഴ്സ് പേജിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കയറുന്നു. റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അത്യാവശ്യം വേണ്ടുന്ന ഡാറ്റ കൊണ്ട് എൻ്റെ കോഴ്സ് പേജിനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് മെറ്റീരിയൽസ്, അതുപോലെ വർക്ക്ഷീറ്റുകൾ, അത് അസൈൻമെൻറ്റുകൾ, ഇതിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ സപ്ലൈ ചെയ്തിരിക്കുന്ന ആ
ബുക്ക് ആക്ടിവിറ്റി വായിച്ചു നോക്കുക. അത് വായിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇനി ഒരു യൂസറിനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും താഴെ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കുറച്ച് അഡ്മിനിസ്ട്രേഷൻ ലെവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി മനസ്സിലാക്കാൻ കഴിയും. സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കുറച്ച് പാർട്ട് ഉണ്ട്. ഏറ്റവും ഫ്രണ്ട് പാർട്ടിൽ കാണുന്ന സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നതിൻ്റെ ഏറ്റവും താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പേജ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കാണാം. ഈ ഫ്രണ്ട് പേജ് സെറ്റിംഗ്സിൽ നിങ്ങളുടെ സൈറ്റിൻ്റെ നെയിം, ഇപ്പം നമ്മൾ ഈ സൈഡിൽ കാണുന്ന മൈ ന്യൂ മൂഡിൽ സൈറ്റ് എന്നുള്ളതിന് പകരം ടീച്ച് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് നെയിമായിട്ട് എനിക്ക് അതിനെ ഓർഗനൈസ് ചെയ്യാം. റൈറ്റ്, അതിനൊരു ഷോർട്ട് നെയിം അതും ഇതേപോലെ തന്നെ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. സൈറ്റിന്റെ ഫ്രണ്ട് പേജിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. കാറ്റഗറി മതി, ഇനി ഒരു അനൗൺസ്മെന്റ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ഓഫ് കോഴ്സസ് കൊടുക്കാം. ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊടുക്കാം. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ സൈറ്റിൻ്റെ നെയിം ഇവിടെ നേരത്തെ നമ്മുടെ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാണുന്നത് ഇപ്പോൾ കേരള മൂക്സിൻ്റെ സൈറ്റിൻ്റെ മുന്നിലൊക്കെ കാണുന്ന പോലെ ടീച്ച് ഇലക്ട്രോണിക്സ് എന്നായിട്ട് എൻ്റെ സൈറ്റിൻ്റെ പേര് മാറിയിരിക്കുകയാണ്. ഇതാണ് ഒരു പ്രൈമറി ആയിട്ട് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്ക്. രണ്ടാമത്തേൽ നമ്മൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകും. വീണ്ടും ഞാൻ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ വന്നു, യൂസറിൽ വരിക, അതിനുശേഷം ആഡ് എ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് എ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു യൂസറിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു യൂസറിനെ നിങ്ങളിനി ചെയ്യേണ്ടത് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യൂസർ 1 എന്ന് പറഞ്ഞ് ടെസ്റ്റ് യൂസർ എന്ന് കൊടുക്കാം. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. എല്ലാവരും എന്നാൽ പിന്നെ സംശയം ഉണ്ടാവില്ല. ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് മാനുവലായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടെസ്റ്റ് നമ്മുടെ പാസ്വേഡ് തന്നെ ആവട്ടെ. നമ്മൾ ആദ്യം ചെയ്യുന്ന കേരള മൂക്സ് #123 ഇങ്ങനെ കൊടുക്കാം. ഒരു ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ ഒരു യൂസറും അതിൻ്റെ പാസ്വേഡ് കേരള മൂക്സ് #123 എന്ന് പറഞ്ഞ ഒരു പാസ്വേഡ് കൊടുക്കുക. പേര് ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് test@keralaMoocs.org എന്ന് കൊടുക്കാം. ഇത് പിന്നെ മറ്റ് പേരുകൾ കൊടുക്കണ്ട എന്ന് പറയാൻ കാരണം, ഇനിയല്ല നിങ്ങൾക്ക് വളരെ കൺഫേംഡ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് കൊടുക്കാം. അല്ലാതെ നിങ്ങൾ ചുമ്മാ എന്ത് ചെയ്യേണ്ട, ജിമെയിൽ അഡ്രസ്സ് ഏതെങ്കിലും test@gmail എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുണ്ടാവും. അയാളുടെ അക്കൗണ്ടിലേക്ക് അത് പോകാൻ പാടില്ല. ഇവിടെ keralaMoocs.org ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, പക്ഷേ ഒരു ഇമെയിൽ അഡ്രസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കമ്പൽസറി അല്ല, കാരണം ഇതിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആ അഡ്രസ്സിലേക്ക് അയക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഫീൽഡ് മാൻഡേറ്ററി ആണ്, അതുകൊണ്ട് നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് test@keralaMoocs.org എന്ന് ഞാൻ കൊടുത്തു. ഇനി നിങ്ങൾ മറ്റെന്തെങ്കിലും പേര് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ ടെസ്റ്റ് യൂസറിനും അതുപോലെ കേരളാമൂക്സ് #123 എന്ന് പറഞ്ഞ് കൊടുക്കലാണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. എങ്കിലേ മറ്റുള്ളവർക്ക് അത് പിന്നെ നിങ്ങളോട് കൊടുക്കാൻ മറന്നാലോ അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിലോ അത് എളുപ്പം ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനുശേഷം ക്രിയേറ്റ് യൂസർ കൊടുക്കാം. ബാക്കിയുള്ള ഫീൽഡുകളെ പറ്റിയൊന്നും നമ്മളിപ്പം ബോദർ ചെയ്യുന്നില്ല. ഫോട്ടോ ഒക്കെ ഇവിടെ നമുക്ക് വലിച്ചിടാം. നമുക്ക് ക്രിയേറ്റ് യൂസർ എടുക്കുന്നു. ഇതോടുകൂടി ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. ഈ യൂസർ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഈ യൂസറിനെ നമ്മുടെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യിക്കണം. ആ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യിക്കാൻ നിങ്ങൾ നേരെ വീണ്ടും ബേസിക് ഇലക്ട്രോണിക്സിലേക്ക് വരുന്നു. എൻ്റെ കോഴ്സ് പേജിലേക്ക് വന്നു. ഇവിടെ യൂസർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കോഴ്സിലേക്ക് വന്ന് ഈ ഗിയർ മെനുവിൽ
പാർട്ടിസിപ്പൻസിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സിൽ വന്നു, പാർട്ടിസിപ്പൻസിൽ വന്നു, അതിനുശേഷം എൻറോൾ യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. എൻറോൾ യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസറിനെ അവിടെ കാണാം. അയാൾ അവിടെ ക്ലിക്ക് ചെയ്തു. അയാളുടെ റോള് സ്റ്റുഡൻ്റ് ആണ്. ഇനി അയാൾ ടീച്ചറായിട്ടാണെങ്കിൽ ടീച്ചറായിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എൻറോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി ഈ യൂസർ ഈ കോഴ്സ് പേജിലെ ഒരു സ്റ്റുഡൻ്റായി മാറിക്കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെയും റോൾ ഇവിടെ കാണാം നിങ്ങൾക്ക്, സ്റ്റുഡൻറ്റും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോഴ്സിലെ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോഴ്സ് പേജ് നല്ല മനോഹരമാക്കുക. അതിനുശേഷം മറ്റുള്ളവർ ഈ കോഴ്സ് പേജ് വിസിറ്റ് ചെയ്യാൻ വരും. അപ്പോൾ അവർ വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എങ്കിലും ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ റിസോഴ്സസ് ഒക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അസസ്മെൻറ്റ് ഫേസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കഷനിൽ കൊണ്ടുവരാം. ഓക്കെ, അത് അടുത്ത വീക്ക് 2 പാർട്ട് 1 നമ്മൾ അസസ്മെൻറ്റ് വരുന്നത്. ഇതിൽ നമ്മൾ സബ്മിഷൻ ഫേസ് ആണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഏറ്റവും മേലെയുള്ള teachelectronics.moodlecloud.com എന്ന് പറയുന്ന ആ ഒരു അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് എൻ്റെ അസൈൻമെൻറ്റിൽ ഞാൻ നേരെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റ്, അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ യൂസറിൻ്റെ ഐഡിയും പാസ്വേഡുമാണ്. അത് ഞാൻ ടെസ്റ്റ് യൂസർ എന്നാണ് ID, പാസ്വേഡ് കേരള മൂക്സ് #123. ഇതൊന്ന് മനോഹരമാക്കിയിട്ട് നിങ്ങൾ എഴുതുക. യൂസർ ID എന്നൊക്കെ പറഞ്ഞിങ്ങനെ യൂസർ ID ഇങ്ങനെ കൊടുത്ത് എഴുതിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പിയർ ഇവാലുവേഷൻ ആണ് ഇത് നടത്തുക. അപ്പോൾ എല്ലാവരുടെയും വെബ്സൈറ്റ് ഒരു 5-10 പേര് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് വീഴുക. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാം. വേണമെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടീച്ച് ഇലക്ട്രോണിക്സ് എന്ന് കൊടുക്കാം. യെസ്, അതിനുശേഷം സേവ് ചേഞ്ചസ്. ഇപ്പം എൻ്റെ ഈ ഒരു ആക്ടിവിറ്റി ഞാനവിടെ സേവ് ചെയ്തു. ഇത്രയാണ് നിങ്ങളെ സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ആ സബ്മിഷന് ഇനി കൊടുക്കുക എന്നുള്ളതാണ്. റൈറ്റ്, ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വരും. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. ആ സബ്മിഷൻ്റെ ഡെഡ്ലൈനിന് മുമ്പേ നിങ്ങൾക്ക് ഈ സാധനം വീണ്ടും എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുള്ളത് ഇനി ഓരോ വീഡിയോയിലും നിങ്ങൾ റിസോഴ്സസ് ആഡ് ചെയ്യുന്നതും ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുന്നതൊക്കെ വളരെ നന്നായിട്ട് കേട്ട് നിങ്ങൾ പിന്നെ ഈ കോഴ്സ് പേജിൽ നിന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ലോഗിൻ ചെയ്ത് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ സമയം ഇങ്ങനെ ലോഗിൻ ചെയ്ത് തന്നാൽ ബാക്കിയുള്ളവർക്കുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നെ കേരള മൂക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. അത് നിങ്ങൾ അതിൽ വ്യൂ ചെയ്ത് നിങ്ങളുടെ സൈറ്റിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് നല്ലൊരു കോഴ്സ് പേജ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ നൗ. താങ്ക് യു.